അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സാറാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിൻ്റെ പുസ്തകം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. വലിയ തലത്തിൽ അത് ചർച്ചയായപ്പെട്ടു. അതിലെ ചില പരാമർശങ്ങളൊക്കെ തന്നെയും വിവാദമാവുകയും ചെയ്തു. അദ്ദേഹത്തോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. അങ്ങയുടെ പുസ്തകത്തിൽ വലിയ തരത്തിൽ വിവാദപരമായ ഒരു പരാമർശമുണ്ടായി. അപ്പോൾ ആ പരാമർശം എന്ന് പറയുന്നത് ആചാരലംഘനം ഉണ്ടായാൽ നടയടച്ചിടാനും ശുദ്ധികലശം നടത്താനും തന്ത്രിയോട് അങ്ങ് പറഞ്ഞു എന്നാണ് പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. എന്താണ് ശരിക്കും അതിൻ്റെ ഒരു ഉള്ളടക്കം? അന്ന് രഹ്ന ഫാത്തിമയും ഈ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ നിയമലംഘനമായിരുന്നു അവരെ കൊണ്ടുപോയത്. കാരണം പോലീസ് യൂണിഫോം അണിയിച്ച്, നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് പോലീസ് യൂണിഫോം ഡ്യൂട്ടി സമയത്ത് പോലീസ് ഉപയോഗിക്കുന്നതല്ലാതെ മറ്റാരും ഉപയോഗിച്ചാലും അത് ക്രൈമാണ്. 18-ാം പടി സീൽ ചെയ്തു എന്ന് പറഞ്ഞാൽ പോലീസിനെ നിർത്തിയിട്ട് മറ്റാരെയും കടത്താത്തൊരവസ്ഥയിൽ, മറ്റാർക്കും കടക്കാൻ അവകാശമില്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു സാഹചര്യത്തിലാണ് ആ നിർണായകമായ നിമിഷത്തിൽ എന്നോട് ഒരു പ്രധാനപ്പെട്ട ആൾ വിളിച്ച്, ഒന്ന് തിരുമേനി, അപ്പോൾ തലേദിവസം ഞങ്ങൾ അടച്ചിടില്ല, സുപ്രീം കോർട്ട് ഓർഡർ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആകണമെങ്കിൽ ശബരിമല തന്ത്രിയോട് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറയണം. ദാറ്റ് ഈസ് ഡയറക്ഷൻ. ഈ സീല് ചെയ്ത സാഹചര്യത്തിൽ ആർക്കും കടക്കാനാറ്റാത്തടത്ത് അവിടുത്തെ ക്ഷേത്രത്തിലെ പരികർമ്മികളും അദ്ദേഹം അടച്ചിടുകയും ചെയ്തു. അതോടുകൂടിയാണ് അന്നത്തെ ആ സമരത്തെ, അത് 2018 ഒക്ടോബർ 19-ാം തീയതിയാണ്. മറ്റൊന്ന്, അങ്ങ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇരുമുടിക്കെട്ടിൽ അടക്കം ഓറഞ്ചും മറ്റ് സംഭവങ്ങളുമാണ് എന്നാണ് അങ്ങ് പ്രധാനമായും പുസ്തകത്തിൽ ഇപ്പോൾ അല്പം മുമ്പ് എന്നോട് പറയുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു പരാമർശം നടത്താനുള്ള കാരണം? ആ പത്രങ്ങളിൽ വന്ന വാർത്ത അന്നുണ്ട്, എൻ്റെ കയ്യിലുണ്ട് ആ വാർത്ത. വാർത്തകളെ ഉദ്ധരിച്ചുകൊണ്ടാണോ? വാർത്തകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ്. ഞാൻ ഈ പത്രങ്ങളും എല്ലാം അന്നത്തെ എൻ്റെ ബുക്കിൽ നാൾ വഴികൾ എഴുതിയിട്ടുണ്ട്. ആ നാൾ വഴികൾ ഞാൻ അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട്, ഒന്നിലധികം മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അന്ന് നടന്ന ഓരോ പ്രസ്താവനകളും. എന്തിന് ഈ ശബരിമല സ്ത്രീകളെ കൊണ്ടുപോകും എന്നൊന്ന് പ്രഖ്യാപിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അന്ന് സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ CPM പറഞ്ഞത്, ഞങ്ങൾ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നു, അത് നടപ്പിലാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത് എന്നാണ് അവർ അന്ന് അവകാശപ്പെട്ടിരുന്നത്. അല്ലല്ല, ആദ്യത്തെ ദിവസം തന്നെ അവർ പറഞ്ഞു, വിധി പ്രഖ്യാപിച്ച അന്ന് തന്നെ കേരള മുഖ്യമന്ത്രിയും CPM സെക്രട്ടറിയും പറഞ്ഞു, ഞങ്ങൾ വിധി നടപ്പാക്കും. ഹിന്ദു വിരുദ്ധമാണ്, ഹിന്ദു ആചാരങ്ങൾക്കെതിരാണ്, ഈശ്വരവിശ്വാസത്തിനെതിരാണ്, അതിനുവേണ്ടിയുള്ള കരുക്കൾ നീക്കുകയാണ് ഇന്നലത്തെ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെയും അതുപോലെ ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറിയുടെയും പ്രസ്താവനകളെ ഞാൻ അപലപിക്കുന്നു. അതിനെ ഞാൻ അർഹിക്കുന്ന അവജ്ഞയോട് അവഗണിക്കുന്നു. അഭിലാഷ് പള്ളിക്കരിക്കൊപ്പം അജി കുഞ്ഞുമ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.